പുറത്തെടുത്ത പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് പുറത്തെടുത്ത മുലപ്പാൽ എങ്ങനെ ഒരു കുഞ്ഞിന് കുടിക്കുവാൻ തയ്യാറാക്കാം, കൂടാതെ പുറത്തെടുത്ത മുലപ്പാൽ ഒരു കുഞ്ഞിന് എങ്ങനെ നൽകാം. നമുക്ക് ആരംഭിക്കാം. മുലപ്പാൽ പുറത്തെടുക്കുന്നത് കുഞ്ഞിനും അമ്മയ്ക്കും ധാരാളം ഗുണങ്ങൾ നൽകുന്നു. മുലപ്പാൽ പുറത്തെടുക്കുന്നതും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതും മറ്റു ട്യൂട്ടോറിയലുകളിൽ വിശദീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞിനെ കുടിക്കുവാൻ പുറത്തെടുത്ത മുലപ്പാൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കാം. മുലപ്പാൽ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് പരിപാലകൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകണം. അവരുടെ കൈകൾ നന്നായി ഉണക്കുക. ഓർമ്മിക്കുക, ഏറ്റവും ആദ്യം പുറത്തെടുത്ത പാൽ എല്ലായ്പ്പോഴും ആദ്യം ഉപയോഗിക്കണം. ഫ്രീസ് ചെയ്ത മുലപ്പാൽ ഉപയോഗിക്കുമ്പോൾ ഫ്രിഡ്ജിലെ ഏറ്റവും താഴത്തെ അലമാരയിൽ ഒറ്റ രാത്രി സൂക്ഷിക്കുക. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഡീഫ്രോസ്റ്റ് ചെയ്ത പാൽ ഉപയോഗിക്കുക. ഫ്രീസ് ചെയ്ത മുലപ്പാൽ വേഗത്തിൽ ആവശ്യമാണെങ്കിൽ ഫ്രിഡ്ജിന് പുറത്ത് തണുത്ത വെള്ളം നിറച്ച പാത്രത്തിൽ വെക്കുക. ആദ്യം അത് തണുത്ത വെള്ളത്തിൽ പാത്രത്തിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ സൂക്ഷിക്കുക. ഇളം ചൂടുള്ള വെള്ളത്തിൽ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ മുലപ്പാൽ നിറച്ച പാത്രം ചെറുതായി ഇടയ്ക്കിടെ കുലുക്കുക. ശക്തിയായി തുടർച്ചയായി കുലുക്കരുത്. ഉപയോഗിക്കുന്നതിന് മുൻപ് മുലപ്പാൽ നിറച്ച പാത്രം ശുദ്ധമായ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ഫ്രോസ്റ്റ് ചെയ്ത ഈ മുലപ്പാൽ 2 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുക. ഉപയോഗിക്കാത്ത പാൽ കളയുക. പുതിയ മുലപ്പാലിനേക്കാൾ വ്യത്യസ്തമായ വാസനയും രുചിയും ഡീഫ്രോസ്റ്റ് ചെയ്ത മുലപ്പാലിന് ഉണ്ടാകാം. കുഞ്ഞ് അത് സ്വീകരിക്കുന്നിടത്തോളം കാലം ഇത് കുഴപ്പമില്ല. മുലപ്പാൽ കുഞ്ഞിന് നൽകുന്നതിന് മുൻപ് പരിചാരകൻ എല്ലായ്പ്പോഴും മണക്കണം. പാലിന് പുളിച്ച മണമാണെങ്കിൽ അത് ഉപയോഗിക്കരുത്. ദയവായി ഓർക്കുക, മുലപ്പാൽ സംഭരിക്കുമ്പോൾ ക്രീം മുകളിലേക്ക് പൊങ്ങി അത് വേർതിരിയും. ഇത് സാധാരണമാണ്. ഉപയോഗിക്കുന്നതിന് മുൻപ് പാലിൽ ക്രീം ആയി കലർത്തുവാൻ നന്നായി കുലുക്കുക. കുഞ്ഞിന് ഭക്ഷണം നൽകുന്നതിന് തൊട്ടുമുൻപ് മുലപ്പാൽ ചൂടാക്കുവാൻ മുലപ്പാൽ പാത്രം ഇളം ചൂടുള്ള വെള്ളത്തിൽ 20 മുതൽ 30 മിനിറ്റ് വരെ സൂക്ഷിക്കുക. കൈത്തണ്ടയിലേക്ക് അല്പം ഇട്ടുകൊണ്ട് പാൽ എത്ര ചൂടുണ്ടെന്ന് പരിശോധിക്കുക. ചൂടുണ്ടെങ്കിൽ അത് ശരിയാണ്. മുലപ്പാൽ ചൂടാക്കുവാൻ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. പുറത്തെടുത്ത മുലപ്പാൽ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കരുത്. അമിതമായ ചൂടും പൊള്ളലും ഉണ്ടാകുവാനുള്ള സാധ്യത ഇത് ഒഴിവാക്കും. മുലപ്പാൽ നേരിട്ട് ഒരു സ്റ്റൗവിലോ മൈക്രോവേവനിലോ വെച്ച് ചൂടാക്കരുത്. നേരിട്ടുള്ള ചൂട് മുലപ്പാലിലെ അണുബാധയെ പ്രതിരോധിക്കുന്ന പല ഘടകങ്ങളെയും നശിപ്പിക്കും. മുലപ്പാൽ തയ്യാറാകുമ്പോൾ കുഞ്ഞിന് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതിന് ഇനി പറയുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാം. ഒരു പാലടൈ, ഒരു ചെറിയ കപ്പ്, ഒരു സ്പൂൺ അല്ലെങ്കിൽ നിഫ്റ്റി കപ്പ്. ഇതിൽ കുഞ്ഞിന് പാൽ കൊടുക്കുവാൻ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒന്നാമതായി തിരഞ്ഞെടുത്ത പാത്രം പരിപാലകൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. എന്നിട്ട് അത് പൂർണ്ണമായി ഉണക്കുക. അല്ലെങ്കിൽ വൃത്തിയായി ഉപയോഗിക്കാത്ത തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. തുടർന്ന് പരിപാലകൻ കൈകൾ ശരിയായി കഴുകി ഉണക്കണം. തിരഞ്ഞെടുത്ത പാത്രങ്ങളിൽ പകുതി നിറയ്ക്കുക, അല്ലെങ്കിൽ 3ൽ 2 ഭാഗം മുലപ്പാൽ നിറയ്ക്കുക. തുടർന്ന് അവർ കുഞ്ഞിനെ മടിയിൽ കിടത്തി കൈകൊണ്ട് മുകളിലേക്ക് പിടിക്കുക. കൈകൊണ്ട് കുഞ്ഞിന്റെ തലയ്ക്കും കഴുത്തിനും പിന്തുണ കൊടുക്കണം. കുഞ്ഞിന് പാല് കൊടുക്കുവാൻ അവർ ഒരു പാലടൈ ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ പാലടയുടെ അഗ്രം കുഞ്ഞിന്റെ വായയുടെ ഒരു കോണിൽ സ്ഥാപിക്കണം. ഇത് കുഞ്ഞിന്റെ ചുണ്ടുകൾക്കിടയിൽ ചെറുതായി പിടിക്കണം. പാലടയുടെ അഗ്രം കുഞ്ഞിന്റെ മുകളിലത്തെ ചുണ്ടിൽ ചെറുതായി സ്പർശിക്കണം. ഈ സ്ഥാനത്ത് പാൽ പാലടയിൽ അരികിൽ തന്നെ നിൽക്കണം. കുഞ്ഞ് പാൽ
നുണയുമ്പോൾ പരിപാലകൻ പാലടൈ ചെറുതായി ചരിഞ്ഞ് പാൽ അതിന്റെ അറ്റത്ത് സൂക്ഷിക്കണം. പരിചരണം നൽകുന്നയാൾ കുഞ്ഞിന് കൊടുക്കുവാൻ ഒരു ചെറിയ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ കുട്ടിയുടെ ചുണ്ടുകൾക്കിടയിൽ കപ്പ് ചെറുതായി പിടിക്കണം. കപ്പിന്റെ വായ കുഞ്ഞിന്റെ മുകളിലെ ചുണ്ടിൽ ലഘുവായി സ്പർശിക്കണം. പാൽ പാത്രത്തിന്റെ മുകൾ ഭാഗത്ത് എത്തുന്നതുവരെ കപ്പ് ചെറുതായി ചരിക്കുക. ഇത് പാത്രത്തിന്റെ അരികിൽ നിന്ന് പാൽ എടുക്കുവാൻ കുഞ്ഞിന് കഴിയണം. പരിചരണം നൽകുന്നയാൾ പാൽ കുഞ്ഞിന് കൊടുക്കുവാൻ ഒരു സ്പൂൺ ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ കുഞ്ഞിന്റെ ചുണ്ടുകൾക്കിടയിൽ സ്പൂൺ പിടിക്കണം. സ്പൂണിന്റെ അഗ്രം കുഞ്ഞിന്റെ മുകളിലെ ചുണ്ടിൽ ചെറുതായി സ്പർശിക്കണം. പാൽ സ്പൂണിന്റെ അറ്റത്ത് എത്തുന്നതുവരെ സ്പൂൺ ചെറുതായി ചരിക്കുക. ജനിച്ചതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം നൽകുന്നത് നല്ലതാണ്. കാരണം ഈ ദിവസങ്ങളിൽ ചെറിയ അളവിൽ മാത്രമേ പാൽ ആവശ്യമുള്ളൂ. പരിചരണം നൽകുന്നയാൾ കുഞ്ഞിനെ പോറ്റുവാൻ നിഫ്റ്റി കപ്പ് ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ നിഫ്റ്റി കപ്പിന്റെ ചെറിയ റിസർവോയർ കുഞ്ഞിന്റെ വായിൽ വെക്കണം. കുഞ്ഞ് പാൽ നുണയുമ്പോൾ അവർ പാത്രം ചെറുതായി മുകളിലേക്ക് തിരിക്കണം. ഇത് ശൂന്യമാകുമ്പോൾ പാത്രത്തിൽ പാൽ എത്തിക്കുന്നു. പുറത്തെടുത്ത മുലപ്പാൽ കുഞ്ഞിന് നൽകുമ്പോൾ ഒരിക്കലും കുഞ്ഞിന്റെ വായിൽ പാൽ ഒഴിക്കരുത്. ഇത് കുഞ്ഞിന് ശ്വാസം മുട്ടിക്കാൻ കാരണമായേക്കും. പകരം പാൽ കൊടുക്കുന്ന മുഴുവൻ സമയവും അറ്റത്ത് വയ്ക്കുക. കുഞ്ഞ് പൂർണ്ണമായും ഉണർന്നിരിക്കുകയാണെന്നും ജാഗരൂകനാണെന്നും പാൽ കുടിക്കുവാൻ താൽപര്യമുണ്ടെന്നും ഉറപ്പാക്കുക. ആവശ്യമെങ്കിൽ കുഞ്ഞ് കൈയിൽ നിന്ന് കപ്പ് തട്ടുന്നത് തടയുവാൻ കുഞ്ഞിനെ പൊതിയുക. എല്ലായ്പ്പോഴും കുഞ്ഞിന് അവരുടെ രീതിയിൽ പാൽ കുടിക്കുവാൻ അനുവദിക്കുക. കുഞ്ഞ് പാൽ ആവശ്യത്തിന് കുടിച്ചു എന്ന് കാണിക്കുന്ന താഴെ പറയുന്ന അടയാളങ്ങൾ മനസ്സിലാക്കുക. കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഉറങ്ങുകയോ വായ് അടയ്ക്കുകയോ ചെയ്യുക. ഓർമ്മിക്കുക, കുഞ്ഞിന്റെ താഴത്തെ ചുണ്ടിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തരുത്. പാത്രത്തിന്റെ അഗ്രം എല്ലായ്പ്പോഴും കുഞ്ഞിന്റെ മുകൾ ഭാഗത്ത് തൊടുവാൻ അനുവദിക്കുക. കപ്പ്, പാലടൈ അല്ലെങ്കിൽ സ്പൂൺ എന്നിവ കുഞ്ഞിന്റെ വായുടെ അകത്ത് ആക്കരുത്. കിടക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും ഒരു കുഞ്ഞിന് പാൽ കൊടുക്കരുത്. പുറത്തെടുത്ത മുലപ്പാൽ കുഞ്ഞിന് നൽകുന്നതിന് പാൽക്കുപ്പി ഉപയോഗിക്കരുത്. കുഞ്ഞിന് കൊടുത്ത ശേഷം കപ്പ്, പാലടൈ അല്ലെങ്കിൽ സ്പൂൺ എന്നിവ സോപ്പും ശുദ്ധമായ വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. പൂർണ്ണമായി ഉണക്കുക. ചില കുഞ്ഞുങ്ങൾ പുറത്തെടുത്ത മുലപ്പാൽ കുടിക്കുവാൻ മടിക്കുന്നു, പ്രത്യേകിച്ച് ആദ്യം വേറെ ചില ആളുകളിൽ നിന്ന്. മറ്റൊരാൾ അവർക്ക് നൽകുമ്പോൾ അവർ വിമുഖത കാണിച്ചേക്കാം. പുറത്തെടുത്ത പാൽ കുഞ്ഞ് നിരസിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട. അമ്മ ജോലിസ്ഥലത്തു നിന്ന് മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ തവണ അല്ലെങ്കിൽ കൂടുതൽ നേരം മുലയൂട്ടുന്നതിലൂടെ കുഞ്ഞിന് ലഭിക്കാത്ത പാൽ കിട്ടിയേക്കാം. ഓർമ്മിക്കുക, മുലപ്പാൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. കൈ, പാത്രങ്ങൾ എന്നിവ നന്നായി കഴുകുക. ആവശ്യമുള്ള ഉടൻ പാൽ കൊടുക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.